നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ പൊതുവേദിയിൽ കയറരുതെന്നും പ്രഭാഷണങ്ങൾ നടത്താൻ പാടില്ലെന്നുമൊക്കെ മതപണ്ഡിതന്മാർ അലമുറയിടുന്ന നാടായി കേരളം മാറിയിരിക്കുകയാണ്. അതിനിടെയാണ് കടുത്ത ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുന്ന സൗദി അറേബ്യ എന്ന രാജ്യം സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണനയുമായി വാർത്തകളിൽ നിറയുന്നത്. പുരോഗമനത്തിന്റെ പുതിയ വഴികളിൽ സ്ത്രീകൾക്ക് നിർണായക സ്ഥാനം നൽകി സൗദി ഈയിടെയായി ലോകരാജ്യങ്ങൾക്കിടയിൽ അനുമോദനങ്ങൾ നേടുകയാണ്. അതിനിടെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയെ അയക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. തങ്ങളുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയെ ഈ വർഷം അവസാനം ബഹിരാകാശ ദൌത്യത്തിന് അയക്കുമെന്ന് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ചരിത്രത്തിൽ ഇടം നേടുന്ന രാജ്യമാകും സൗദി അറേബ്യ. റയാന ബർണവി ആണ് ബഹിരാകാശത്തേക്ക് പോകാനൊരുങ്ങുന്ന സൗദി പെൺകുട്ടി. പുരുഷ ബഹിരാകാശ സഞ്ചാരി അലി അൽ ഖർണിക്കൊപ്പമാണ് റയാന ബർണവിയെയും ദൌത്യത്തിന് അയക്കുകയെന്ന് സൗദി ഔദ്യോഗിക പ്രസ് ഏജൻസി അറിയിച്ചു. ഈ വർഷം രണ്ടാം പകുതിയോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് റയാന ബർണവിയെയും ദൌത്യത്തിന് അയക്കുകയാണ്. സൗദിയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർ AX-2 ബഹിരാകാശ ദൌത്യ സംഘത്തിനൊപ്പം ചേരുമെന്നും ബഹിരാകാശ വിമാനം US-ൽ നിന്ന് വിക്ഷേപിക്കുമെന്നും ഏജൻസി അറിയിച്ചു. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ യാത്രാ പദ്ധതികളെ ശക്തിപ്പെടുത്തുക, ആരോഗ്യം, സുസ്ഥിര വികസനം, ബഹിരാകാശ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ശാസ്ത്രീയ ഗവേഷണം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് സൗദി മുന്നിൽ കാണുന്നത്. ഈ ദൌത്യത്തോടെ ഒരേ സമയം 2 യാത്രികരെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച അപൂർവം രാജ്യങ്ങളിലൊന്നായി സൗദി മാറുകയും ചെയ്യും. സൗദി അറേബ്യയുടെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ യാത്രാ പദ്ധതി സൗദി ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. സൗദി സ്പേസ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ഭാവിയിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് ഫ്ലൈറ്റ് പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും സ്വദേശികളിൽ നിന്ന് തന്നെ ഇതിന് യോഗ്യതയുള്ളവരെ കണ്ടെത്തി പരിശീലനം നൽകി അതിന്റെ ഭാഗമാക്കുക എന്നതാണ് രാജ്യം ലക്ഷ്യം വച്ചത്. മിഷൻ 2030ന്റെ ഭാഗമായാണ് ഈ ബഹിരാകാശ പദ്ധതികൾ. സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ 2016 ഏപ്രിൽ 25-നാണ് വിഷൻ 2030 പ്രഖ്യാപിച്ചത്. 2019-ൽ UAEയും ബഹിരാകാശത്തേക്ക് ആളെ അയച്ച് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് സൗദിയുടെയും തീരുമാനം. സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ബഹിരാകാശ യാത്ര. 2017-ൽ അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം പുരുഷ രക്ഷിതാവില്ലാതെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനും വിദേശ യാത്ര ചെയ്യാനും അനുവാദം നൽകിയിരുന്നു. കൂടാതെ തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ അനുപാതം 17%-ൽ നിന്ന് 37%-ആയി വർദ്ധിപ്പിച്ചു. 1985-ൽ സൗദി രാജകുമാരൻ സുൽത്താൻ ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് US സംഘടിപ്പിച്ച ബഹിരാകാശ ദൌത്യത്തിൽ പങ്കെടുത്ത് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ അറബ് മുസ്ലിമായി മാറിയിരുന്നു. അങ്ങനെയും ചരിത്രം സൃഷ്ടിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.